താങ്ക്സ് ചേച്ചി. ചേച്ചി പൈസ ഇല്ലാത്തോണ്ടല്ല കേട്ടാ, ഞങ്ങൾ രണ്ടുപേരും ഡയറ്റില്ല. അല്ലടാ. അയ്യോ എന്നാടാ, എനിക്ക് കുറച്ച് കൂടുതലാണ്. എന്നാ ഇതെടുക്ക്. വേണ്ട മതി. കുഴപ്പമില്ലല്ലേ? ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ലടാ. എന്ത്? എടാ ഈ സമയത്ത് ഗ്രൗണ്ടിൽ 2 സിക്സർ അടിച്ച് ക്രിക്കറ്റ് കളിച്ച് നടക്കണ സമയമാണ്. അവന്മാർക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നമ്മുടെ ഗ്രൗണ്ട് കിട്ടിയോളാ. എടാ നീ ഒന്ന് അടങ്ങണ, ഒരു ദിവസത്തെ കേസല്ലേ ഉള്ളൂ. എനിക്ക് പ്രതികാരം തീർക്കണോടാ, പ്രതികാരം. നീ പ്രതികാരം ചെയ്തുള്ള ബെറ്റെല്ലാം വെച്ച് പൈസ പോയി തോറ്റ് നാറിയിരിക്കുക. നിന്നെയും കൂടി ഞാൻ വെക്കുന്നില്ലേ? മാറി. ചേച്ചി പറ്റില്ല എഴുതിക്കോട്ടാ, എൻ്റെ അച്ഛൻ്റെ. മാറി. ചേച്ചി അവൻ്റെ അച്ഛൻ്റെ പറ്റി എഴുതിയാൽ മതി കേട്ടോ. എന്താ നിനക്ക് ഭ്രാന്തായ? ഭ്രാന്ത് പറ്റി. എടാ എടാ ക്രിക്കറ്റ് കളിക്കാൻ ഈ ഇവിടെ ഒന്നും ഗ്രൗണ്ട് ഇല്ലടാ, വേറെ പഞ്ചായത്ത്. എടാ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഗ്രൗണ്ട് അല്ല, വേറെ ഏത് ഗ്രൗണ്ടാണ് ഉള്ളത്? പക്ഷേ ഇനിയിപ്പോൾ ഒന്ന് നേരത്തെ പോയിട്ട് വീട്ടിലുള്ള ആൾക്കാരെ കുത്തുവാക്ക് കേൾക്കണമല്ലോ, എനിക്ക് മടുത്തു. എങ്ങനെ പറയാതിരിക്കൂടാ, നമ്മളെ കൂടെ പഠിച്ചവർക്കെല്ലാം ജോലിയായി. എടാ പിന്നെ നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര വിലയാണ്. എൻ്റെ വീട്ടിലും അതേപോലെ, നിന്നെ ഭയങ്കര കാര്യമാണ്. അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലേ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വരാം, നീ ഇന്ന് എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കാം. ഓ മാറിയാറാ വീട്ടിൻ്റെ പരിസരത്ത് ഞാൻ മാറ്റേ. എന്താടാ ജോലിയൊന്നും ഇല്ലായിരുന്നോ? അല്ലെന്ന് ഞായറാഴ്ച അല്ലടാ. ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കുറേ ടെസ്റ്റ് എഴുതുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പണിക്ക് പോകാൻ പാടില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ കോമഡി പറഞ്ഞ് ക്രിക്കറ്റും കളിച്ച് നടന്നാൽ മതിയല്ലേ. ഇന്ന് കളി ഉണ്ടായില്ലേ? എന്താ നീ വരുന്നുണ്ടായിരുന്നോ? എടാ അവിടെ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നു. അയ്യോടാ എനിക്ക് ലൈസൻസ് എടുക്കണമായിരുന്നടാ. നിനക്ക് ഇതുവരെ ലൈസൻസ് ഇല്ലേ? ആ ബെസ്റ്റ്. നീ എന്നാ PSC കാരൻ. എടാ ഒരു സാധാരണ മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളാണ് ലൈസൻസ്, പാസ്പോർട്ടൊക്കെ. നിനക്ക് ഇതുവരെ ലൈസൻസ് ഇല്ല? ഒരു ലേണേഴ്സിൻ്റെ കാലാവധി എത്രയാടാ? പോലീസ് പിടിക്കണവര്. എടാ മണ്ടത്തരം പറയുന്നത് 2 വർഷം. ഇപ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാം? എടാ എൻ്റെ അമ്മാവൻ ലേണേഴ്സ് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷമായി. പുള്ളി ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും, പറയാൻ പറ്റില്ല. എടാ ഒരു ലേണേഴ്സിൻ്റെ കാലാവധി 6 മാസമാടാ. എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. പുതിയ MBD മാറ്റിയായിരിക്കും. ചിലപ്പോൾ ആയിരിക്കും. എന്താ മോനെ ഇതൊക്കെ പഠിക്കണ്ടേ? എടാ പെൺകൊച്ചിനെ കണ്ടാ? അവൾ എവിടെ പഠിക്കണാരോടാ? ആടാ എനിക്കറിഞ്ഞൂടാ. ഒന്നാമത്തെ കാര്യം പഠിക്കാൻ തന്നെ സമയം തയ്യാറില്ല, പിന്നെയാണ് പെൺപിള്ളേരെ നോക്കുന്നത്. എനിക്കറിയില്ലടാ. അതെന്തായാലും നന്നേടാ, ഇവൻ നോക്കുന്ന കൊച്ചാത്. കൊള്ളാലോടാ, നല്ല കുട്ടിയാണല്ലോ. പക്ഷെ അവളറിഞ്ഞിട്ടില്ല. മാറിക്കേ. അതെ നിനക്ക് എപ്പോഴും ഈ ടെസ്റ്റും പഠിത്തവും ഈ ജോലിയൊക്കെ ആയിട്ട് നടന്നാൽ മതിയാ? എടാ എനിക്ക് ലൈഫ് എന്നൊക്കെ പറഞ്ഞ സാധനം ആസ്വദിക്കണം, എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ. ഇടയ്ക്കൊക്കെ പെമ്പിള്ളേരെ വായി നോക്കണമെന്ന്, അതൊക്കെ ഒരു മനസ്സുഖമാണെന്ന്. അതൊക്കെ മോശമല്ലടാ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പം തന്നെ ഞാൻ ഇവിടെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ജസ്റ്റ് വാച്ച്. ഓക്കെ നോക്കിയോ? ഇന്ന് പൊളിക്കും. ചേട്ടനല്ലേ? അതെ ചേട്ടനല്ലേ AC PSCക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച? അതെ. കവലയിൽ ഞാൻ ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. നാട്ടുകാരുടെ ഓരോ കാര്യങ്ങൾ. ചേട്ടാ ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുവാണേ. കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരുമോ? വേണമെങ്കിൽ എൻ്റെ നമ്പർ തരാം, മെസ്സേജ് പാസ് ചെയ്താൽ മതിയോ? മിസ് കോൾ അടിച്ചേ. ശരി, താങ്ക് യു ചേട്ടാ. ഞാൻ വൈകിട്ട് വിളിക്കാവേ. കോൾ വരുന്നുണ്ടോടാ? ഞാൻ ഇപ്പം നിന്റെ അച്ഛനായിരിക്കൂടാ, നോക്ക്. തെണ്ടി ഇന്ന് അളിയാതിഞ്ഞ് പാടാ. നല്ല സ്കില്ലായിരുന്നു. താങ്ക് യു. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണ്. ഇവനെ കൊണ്ട് ശല്യം തന്നെ കേട്ടോ. അവനെ കൊണ്ട് എവിടെ പോയാലും പാരയാണ്.